കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ചവറ തെക്കുംഭാഗം SHOയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘമാണ് അന്വേഷിക്കുക. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന മേൽനോട്ടം വഹിക്കും. ഷാർജയിൽ ഭർത്താവിന്റെ പീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഭർത്താവ് സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനും തീരുമാനം. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, ഈ സതീഷിനെ നാട്ടിലെത്തിച്ചായിരിക്കുമോ ഈ പ്രത്യേക സംഘത്തിന്റെ തുടരന്വേഷണം ഉണ്ടാവുക, അതോ ഈ സംഘം ഷാർജയിലെത്തി അവിടെയും ഇതിന്റെ അനുബന്ധ അന്വേഷണങ്ങൾ ഉണ്ടാവുമോ? ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ചവറം തെക്കുംഭാഗം SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തിനായിരിക്കും ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതല. അവരാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുല്യയുടെ അച്ഛൻ നേരത്തെ കുറച്ചു മുന്നേ എന്നോടൊപ്പം സംസാരിച്ചിരുന്നു, പക്ഷെ അത് നമുക്ക് കൃത്യമായി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനോട് നമുക്ക് ഒന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. പക്ഷേ എന്തായാലും നിയമം കഴിഞ്ഞ ദിവസം മൊഴിയൊക്കെ എടുത്തു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് അതിനോടെല്ലാം നല്ല രീതിയിലല്ലേ ഇവിടുത്തെ പോലീസ് കാര്യങ്ങളൊക്കെ? പോലീസ് അവർ നല്ല രീതിയിലാണ് കാര്യങ്ങൾ, നല്ല സ്പീഡപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവരോട് അന്വേഷണം അവർ കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരാളുകൾക്കൊക്കെ സംശയം എന്ന് പറഞ്ഞാൽ സതീഷ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി. അതെങ്ങനെയാണ്? കുടുംബത്തിന് ഒരു ആശങ്ക ഉണ്ടോ ആ കാര്യത്തിൽ? അതൊരു സ്വാഭാവിക പ്രതികരണമായിട്ട്, ഒരു കുറ്റവാളിയുടെ സ്വാഭാവിക പ്രതികരണമായിട്ട് കൂട്ടിയാൽ മതി. അവൻ പറയുന്നതിനകത്ത് തന്നെ അതിൻ്റെ ഉത്തരവ് ഉണ്ടല്ലോ. പിന്നെ ഒരു കുറ്റവാളി ഇപ്പം മാധ്യമത്തിൻ്റെ മുമ്പ് വന്ന് കുറ്റം സമ്മതിക്കുമോ? ഇല്ലല്ലോ. പിന്നെ അതിനകത്ത് അങ്ങനെ കൂട്ടിയാൽ മതി. എങ്ങനെയാണ് അവിടെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ്, എന്താണ് നമുക്ക് അവിടെ നിന്ന് സഹോദരിയിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം? ഇന്ന് നടക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കാലം. പിന്നെ വിദേശ രാജ്യത്തോ കാര്യമില്ല, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അത് പറയാനൊക്കത്തില്ലല്ലോ. ഇന്ന് ഉണ്ടാവും നാം പ്രതീക്ഷിക്കുന്നില്ല. കുടുംബം അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം സതീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതൊരു കുറ്റവാളിയുടെ സ്വാഭാവിക ഒരു പ്രതികരണമായിട്ട് മാത്രമേ കുടുംബം കണ്ടിട്ടുള്ളൂ. കുറ്റബോധം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ, അതായത് മദ്യത്തിൻ്റെ ഒരു കെട്ടുവിട്ടതിന് ശേഷം ഉണ്ടായ ഒരു പ്രതികരണമായിട്ടാണ് പറയുന്നത്. നിയമ നടപടി, അതായത് കഴിഞ്ഞ ദിവസം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ മൊഴി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ആ ഒരു ശബ്ദ സന്ദേശങ്ങളും ദൃശ്യ സന്ദേശങ്ങളും ഉൾപ്പെടെ അത് ശേഖരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണവുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാർജയിൽ എന്താണ് നടപടികൾ അതുകൂടി കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. അതിനുശേഷമായിരിക്കും ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുക, ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുക. അതിനുശേഷമായിരിക്കും ഷാർജയിലേക്ക് പോകണമോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. സൈഫുദ്ദീൻ.